Ediran Kadiravan and Dr. Sangeeta Chenampulli. Ediran Kadiravan. ശാസ്ത്രം, കല, സിനിമ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഫൊക്കാന അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാളികളുടെ ജനിതകം, സിനിമയുടെ സാമൂഹിക വെളിപാടുകൾ, എതിരൻ ചിന്തകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ഡോക്ടർ സംഗീത ചേനമ്പുള്ളി. എഴുത്തുകാരിയും കവയിത്രിയുമാണ് സംഗീത ചേനമ്പുള്ളി. പ്രകാശവും രസതന്ത്രവും, കവിത വഴിതിരിയുന്ന വളവുകളിൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഓവർ ടു ദ ടോക്ക്. നമസ്കാരം. ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ പാട്ടിൻ്റെ തലച്ചോറ് വഴികൾ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, പാട്ട് മനസ്സുകൊണ്ട് കേൾക്കേണ്ടതല്ലേ, തലച്ചോറിന് എന്താണ് പാട്ടിൽ ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ബുദ്ധി എന്നുള്ള ബുദ്ധി എന്നുള്ളതിനെയൊക്കെ വൈകാരികത, യുക്തി എന്ന മൊഴി മാറ്റിയാൽ തന്നെ സംഗീതാസ്വാദനം വൈകാരികമായി മാത്രം സംഭവിക്കുന്നു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് സയൻസ് വലുതായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, വലിയ തോതിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. എപ്പോഴായിരിക്കും പരിണാമത്തിൻ്റെ വഴിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സംഗീതം കടന്നു വന്നത്? ഇപ്പോൾ ചില പഠനങ്ങളൊക്കെ പറയുന്നത് ഭാഷ രൂപപ്പെട്ടത് തന്നെ സംഗീതാത്മകമായ ശബ്ദങ്ങളിൽ നിന്നാണെന്നും ആണ്. ആദ്യം മരക്കൊമ്പുകൾ അടിച്ചൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ഏറ്റവും ആദ്യം ഉപയോഗിച്ച സംഗീതോപകരണം മനുഷ്യൻ്റെ ശബ്ദം തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം താളാത്മകമായ ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയത്തിന് ശ്രമിക്കുകയും അത് പിന്നീട് ഒരു പ്രോട്ടോ ലാംഗ്വേജായി മാറുകയും ആ പ്രോട്ടോ ലാംഗ്വേജിൽ നിന്നാണ് ഭാഷ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റ് ജീവികളിലൊക്കെ, മറ്റ് പ്രൈമേറ്റ്സിലൊക്കെ തന്നെ വിഷ്വൽ കോർട്ടക്സിനാണ് വലിപ്പം കൂടുതലുള്ളത്. വിഷ്വൽ കോർട്ടക്സിൻ്റെ വലിപ്പം മനുഷ്യനിൽ മറ്റ് ജീവികളെ, മറ്റ് പ്രൈമേറ്റ്സിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ത്യാഗത്തിന് പകരമായിട്ടായിരിക്കണം മനുഷ്യനിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്വൽ കോർട്ടക്സിന് പകരം ഓഡിറ്ററി കോർട്ടക്സും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും കുറേ കൂടി വികസിതമാണെന്ന് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കാഴ്ച വേണമെങ്കിൽ കാണണ്ടെന്ന് വെക്കാമല്ലേ, കണ്ണടച്ചാൽ മതിയല്ലോ. ചെവി നമുക്ക് അടച്ചു വെക്കാൻ പ്രയാസമാണ്. നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും ശബ്ദങ്ങൾ നമ്മളിലേക്ക് ചേരും എന്നുള്ളതാണ് ഒരു അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് തലച്ചോറ് മ്യൂസിക്കിനെ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് മ്യൂസിക്കോളജി എന്നൊക്കെ പറയാവുന്ന ഒരു പ്രത്യേക ശാഖ തന്നെ അതിനായിട്ട് നിലവിലുണ്ട്. അത് ന്യൂറോളജിയും സൈക്കോളജിയും കമ്പ്യൂട്ടർ സയൻസും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ കടന്നു വരുന്ന മേഖലയാണ്. ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിന് ഏറ്റവും അഡ്വാൻസ്ഡായ ഇമേജിങ് സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഫങ്ഷണൽ MRI പോലെ, പെറ്റ് സ്കാൻ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ചികിത്സയ്ക്കടക്കം ഉപയോഗിക്കുന്ന, സംഗീതത്തെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് വെറുതെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വൈകാരികത കൊണ്ട് ആസ്വദിക്കുന്ന ഒന്ന് എന്നുള്ളതിനപ്പുറത്തേക്ക് ശാസ്ത്രം സംഗീതത്തെ ഗൗരവമായി തന്നെ കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ എതിരൻ കതിരവന് വലിയ ആമുഖങ്ങളുടെ ആവശ്യമില്ല. മലയാളികൾക്കെല്ലാം പ്രശസ്തനായ, ഒരേ സമയം ശാസ്ത്രവും അതേസമയം തന്നെ കലയും നൃത്തം, സംഗീതം, സംസ്കാരം എന്നിവയെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇൻട്രൊഡക്ഷൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനായിട്ട് അധിക സമയം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കുള്ളത് അരമണിക്കൂറാണ്. അപ്പം അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ, വൈകാരികതയല്ലേ, യുക്തിയല്ലല്ലോ സംഗീതത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പൊതുധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നത്? എന്ത് ധാരണയാണ്? യുക്തിയാണ് സംഗീതത്തിന്റെ പിന്നിൽ, യുക്തിയല്ല വൈകാരികതയാണ് സംഗീതത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു പൊതുധാരണയ്ക്ക് പിന്നിൽ. അതെ, തീർച്ചയായിട്ടും അതെ, വൈകാരികതയാണ്. എന്നിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്, നമുക്ക് ആനന്ദിക്കാനാണ്, അത് തരുന്നു എന്നുള്ളതാണ്. ഇതൊരു അസാധാരണ സംഭവമാണ്. സംഗീത പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ പാട്ടുപാടിയാണ് തുടങ്ങിയത്. നമ്മൾക്ക് സംഭാഷണം ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നതിന് മുൻപ് തന്നെ പാട്ടുപാടി തുടങ്ങുകയാണ്. അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം കിളികൾ, പാട്ടുപാടുന്ന കിളികൾ
ഇതേ സ്വരങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ 7 സ്വരങ്ങളാണ് നമ്മൾക്ക് സംഗീതമായി നമ്മൾ രൂപപ്പെടുത്തിയത്. അപ്പോൾ പാട്ട് പാടുക എന്നുള്ളത് എളുപ്പമാണ്. കിളികൾക്കത് സാധ്യമാണെങ്കിൽ, കിളികൾ വേറൊരു രീതിയിൽ പരിണമിച്ചു വന്നതാണ് സംഗീതത്തിന് വേണ്ടി. അവരുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളും നമ്മുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളും എന്നുവെച്ചാൽ സംഗീതത്തിന് വേണ്ടിയുള്ള ഭാഗങ്ങൾ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തോ ഉണ്ടൊരു ഒരു 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 പൊതുവായൊരു കാര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കിളികൾ സംസാരിക്കാറില്ല, അവർക്ക് ഭാഷയില്ല, അവർക്ക് പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാട്ടുകൊണ്ടാണ് സംവേദനങ്ങൾ നടക്കാൻ എളുപ്പം എന്നുള്ളത് കിളികളും കണ്ടുപിടിച്ചു, നമ്മളും കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഭാഷയില്ലാതിരുന്ന, പാട്ടുമില്ലാതിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു 100,000 കൊല്ലങ്ങളെങ്കിലും ആയി കാണും ഇതുപോലെ നമ്മൾക്ക് ശബ്ദങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളതാണ്. ഇതൊരു ഒരു വളരെ നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായ സംഗതിയാണ്. കാരണം ഈ ഏകദേശം ഈ 7 സ്വരങ്ങളാണ്, സരി ഗമ പധ നി സ, 7 സ്വരങ്ങളും അതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. ഓരോന്നിനും ഓരോ പല സ്ഥായിയിൽ, പല പിച്ചിൽ പലതും നമ്മൾ പ്രയോഗിക്കാം. സംഗീതത്തിൻ്റെ കാര്യത്തിലേക്ക് അധികം കടക്കുന്നില്ല. അങ്ങനെയുള്ള ഈ സ്വരങ്ങൾ എന്തുകൊണ്ട് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയാൻ വയ്യ. എന്തുകൊണ്ട് ഈ ശബ്ദങ്ങൾ, ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ യുക്തി നോക്കുകയാണെങ്കിൽ യാതൊരു യുക്തിയില്ല. കാരണം ഇത് വെറും കുറേ ശബ്ദങ്ങളാണ്. ഈ കുറേ ശബ്ദങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ ആകൃഷ്ടരായി എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് ഉത്തരമില്ല. എന്തോ കാരണത്താൽ ഈ ചില ശബ്ദങ്ങൾ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ അതിൽ തന്നെ പച്ച പിടിച്ചു. പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമത്തിൽ സംഗീതത്തിന് വലിയൊരു കാര്യമുണ്ട്. കാരണം മനുഷ്യരെ ഒന്നിച്ച് നിർത്തിയത് സംഗീതമാണ്. എല്ലാ കാലത്തും ഇപ്പോഴും സംഗീതമാണ്. അപ്പോൾ നമ്മുടെ തലച്ചോർ വളർച്ചയോടൊപ്പം സമൂഹത്തെ ബന്ധിപ്പിച്ച് നിർത്തുക എന്നൊരു കാര്യവും കൂടെ സാധിച്ചെടുത്തു ഈ സംഗീതം. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ ഇടങ്ങൾ ഗംഭീരമായിട്ട് വളർന്ന് വികസിച്ചു എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം ഇതൊരു വിനോദ ഉപാധിയായി മാറി. പിന്നീട് പതുക്കെ ഭാഷ ഉരുത്തിരിഞ്ഞപ്പോൾ അത്തരത്തിൽ സംവേദനം സാധ്യമായി. നമ്മൾക്ക് പാട്ട് പാടണമെന്ന് നിർബന്ധമില്ല. മറ്റു സ്വരങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ 7 സ്വരങ്ങൾ മാത്രമല്ല, പഴയ സ്വരങ്ങൾ സന്നിവേശിപ്പിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റു പല സ്വരങ്ങളും ഉപയോഗിക്കാനും അത് കേട്ടെടുക്കാനും അതിൽ നിന്നും അർത്ഥം രൂപീകരിക്കാനും നമ്മൾ പഠിച്ചെടുക്കുകയാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ പാട്ട് ആദ്യം പഠിച്ചു തുടങ്ങിയിട്ടാണ് പിന്നീട് സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും നമ്മൾക്ക് വളരെ എളുപ്പമാണ് അവരെ ഒരു പാട്ട് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അവർക്കും ആവർത്തിക്കാൻ ഏറ്റവും എളുപ്പം പാട്ടാണ്. നമ്മുടെ തലച്ചോർ അങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇനി ബാക്കി കൂടുതൽ കാര്യങ്ങൾ വേറെ പറയാം അടുത്ത ചോദ്യത്തിലേക്ക്. എന്തായാലും ചോദ്യത്തിന് ഉത്തരമായോ? എന്താണ്? ഓക്കെ, നമുക്കിങ്ങനെ പറഞ്ഞും കൂട്ടിച്ചേർത്തൊക്കെ തുടരാം. സ്മൃതി നഷ്ടം ബാധിച്ച ആളുകൾ പോലും സ്വന്തം കുട്ടികളെ അടക്കം അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇപ്പോൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളടക്കം മറന്നു പോകാറുണ്ട്. പക്ഷേ അവരും പാട്ട് മറക്കുന്നില്ല എന്നാണല്ലോ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പാട്ട് പഠിച്ചാൽ നമ്മൾ മറക്കുകയല്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തലച്ചോർ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് ഞാൻ പറയുന്നില്ല, അത് കൂടുതൽ സയൻസായി പോകും. പാട്ട് ആദ്യം നമ്മൾ കേൾക്കുകയാണ്. പാട്ട് നമ്മുടെ ഇന്നർ ഇയർ എന്നുണ്ടോ, ചെവിയുടെ ഉള്ളിൽ പാട്ട് ചെന്നെത്തുകയും അവിടുന്ന് ഇത് തലച്ചോറിൻ്റെ നാനാഭാഗത്തേക്കും ഈ സംവേദനങ്ങൾ അയക്കുകയാണ്. ഇതാ ഒരു പാട്ട് എന്ന അത് തലച്ചോറിൻ്റെ പല ഭാഗത്തും എത്തുന്നുണ്ട്. ആദ്യം എത്തുന്നത് നമ്മുടെ ഓർമ്മയുടെ കേന്ദ്രത്തിലാണ്. ഇത് എത്തുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഒരു പാട്ട് വീണ്ടും കേൾക്കുന്നു? കാരണം ഓർമ്മയുടെ കേന്ദ്രത്തിൽ അത് സൂക്ഷിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയുടെ കേന്ദ്രത്തിലേക്ക് ഒരു ഭാഗം സന്ദേശങ്ങൾ പോവുകയാണ്. എന്നിട്ട് അവിടെ പരതുകയാണ്. ഈ പാട്ട് നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിൽ അത് വേറൊരു വഴിയെ തിരിയുകയാണ്. എന്തുകൊണ്ടെന്നുള്ള ആലോചിക്കുകയാണ് അതിനോടനുബന്ധിച്ച്. അപ്പോൾ അത് കൂടുതൽ ആഹ്ലാദം, അക്കാര്യത്തിലേക്ക് പിന്നെ വരാം. ഈ ആഹ്ലാദം തോന്നുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ് ഈ പാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും. ഒരു ഭാഗം ഉടനെ മെമ്മറി സെൻറ്ററിൽ ഓർമ്മയുടെ കേന്ദ്രത്തിൽ സൂക്ഷിക്കപ്പെടുകയാണ്. അതെ,
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും പാട്ട് ചിലപ്പോൾ കേൾക്കുന്നത്. ആ ഓർമ്മയുടെ വേദത്തിൽ അത് പിന്നെ നമ്മൾ തിരിച്ചെടുക്കുകയും പിന്നെ അത് കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പാട്ട് അതുകൊണ്ടാണ് പട്ടിക പണ്ടുകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഗുണന പട്ടിക മുഴുവൻ പാട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമർ ഇപ്പോഴും പാട്ടാണ്. മലയാള ഗ്രാമർ, മലയാളം വ്യാകരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ ലക്ഷണം പാട്ടായിട്ടാണ്, കവിതയായിട്ടാണ്. അലങ്കാരത്തിൻ്റെ ലക്ഷണം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം പാട്ടായിട്ടാണ് നമ്മൾ ഓർക്കുന്നത്. ഇത് എളുപ്പമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടാണ് ആദ്യം വന്നത്, സംഭാഷണം പിന്നെ വന്നത്. അതുകൊണ്ടാണ് പാട്ടിൻ്റെ പല കൈവഴികളുണ്ട്. അത് അധികം ഇന്ന് വാസ്തവത്തിൽ 20 മിനിറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്, ബാക്കി ചോദ്യങ്ങൾക്കാണ്. അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പാട്ട് ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് നമ്മൾ തലച്ചോറ് വയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഓർമ്മയിരിക്കണമെങ്കിൽ അതൊരു പാട്ടായി രൂപപ്പെടുത്തുക എന്നുള്ളത്. മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ പാട്ടിന് തന്നെ പല ഘടകങ്ങളുണ്ട്. മ്യൂസിക് ഉണ്ട്, വരികളുണ്ടായിരിക്കും. ചില ആളുകളോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിൻ്റെ സംഗീതമായിരിക്കും. ഇപ്പോൾ മറ്റു ചില ആളുകളാണെങ്കിൽ ലിറിക്സ് അതിൻ്റെ വരികളായിരിക്കും. ഇപ്പോൾ ഞാനൊരു ലിറിക്സ് പേഴ്സണാണ്. ഒറ്റ തവണ കേൾക്കുമ്പോഴത്തേക്ക് ലിറിക്സ് പെട്ടെന്ന് പഠിക്കും, അല്ലെങ്കിൽ 2 തവണ കേൾക്കുമ്പോഴത്തേക്ക് ആ പാട്ടിൻ്റെ ലിറിക്സ് മുഴുവൻ മനസ്സിലാകുകയും മറന്നു പോകാതിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ പെർസെപ്ഷനിൽ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ ചില ആളുകൾ എന്തുകൊണ്ട് മ്യൂസിക് കൂടുതൽ ഓർത്ത് വയ്ക്കുന്നു, ചില ആളുകൾ എന്തുകൊണ്ട് ലിറിക്സ് ഓർത്ത് വയ്ക്കുന്നു, അതോ ഇനി രണ്ടും കൂടി ഓർത്ത് വയ്ക്കുന്നു? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം? അതോ ഈ വ്യത്യാസം ഉള്ളതാണോ അതോ തോന്നുന്നതാണോ? ഇത് വ്യത്യാസം നമ്മളുടെ പരിചയമനുസരിച്ചിരിക്കും. നമ്മൾ പാട്ട് കേട്ട് പരിചയപ്പെടുമ്പോൾ തന്നെ വളരെ കൊച്ചിലെ തന്നെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ രൂപീകരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും തീരെ കൊച്ചിലെയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വരികൾ എന്താണെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ അതിന് വരികളോ അതിൻ്റെ അർത്ഥമോ മനസ്സിലാക്കണ്ട എന്ന രീതിയിൽ പാട്ട് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മളെപ്പോഴും അതിൻ്റെ ട്യൂൺ, അതിൻ്റെ സംഗീതമായിരിക്കും ഓർത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വരികളൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ തന്നെ അത് തിരഞ്ഞെടുക്കുന്നതാണ് എന്താണ് ഇഷ്ടപ്പെടേണ്ടതെന്നുള്ളത്. അത് വാസ്തവത്തിൽ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങുന്നതാണ്. അത് ഇന്നതായിരിക്കണം നിർബന്ധമില്ല. അങ്ങനെയൊന്നുമില്ല. അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ഇത്, കാരണം പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാകാറില്ല. കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ ഒരു ബന്ധുക്കാരൻ പയ്യൻ വളർന്നു വന്നപ്പോൾ പഴയൊരു പാട്ടിലുണ്ട്, യേശുദാസിൻ്റെ പാട്ടാണ്, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി എന്നുണ്ട്. പക്ഷേ പയ്യൻ 3 വയസ്സുകാരൻ പയ്യൻ എന്തു വന്നാലും എട്ടും പൊട്ടും തിരിയാത്ത പോലീസുകാരൻ എന്നേ പാടുള്ളൂ എന്നുള്ളത്. എട്ടും പൊട്ടും തിരിയാത്ത പോലീസ്, അത് പോലീസുകാർക്കിട്ടുള്ള ഒരു അടിയല്ല, പോലീസുകാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. എട്ടും പൊട്ടും തിരിയാത്ത പോലീസുകാരെന്ന് മാത്രമേ പാടൂ. അപ്പോൾ അവരോട് ഈയിടെയും കൂടി ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു, പൊന്നു ചേട്ടാ എനിക്ക് അതേ എൻ്റെ മനസ്സിൽ വരുവുള്ളൂ, അതാണ് എൻ്റെ പാട്ട് എന്ന്. തെറ്റ് പറയാൻ പറ്റില്ല. അവൻ്റെ പാട്ട് അതാണെങ്കിൽ അവൻ്റെ പാട്ട് അതാണ്. അപ്പോൾ ചിലർക്ക് അതിലെ വരികളോടുള്ളതായിരിക്കും താല്പര്യം, ചിലർക്ക് അതിലെ ഓർക്കസ്ട്രേഷനുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ പാട്ട് നമ്മുടെ തലച്ചോറിൽ വരുമ്പോൾ തന്നെ ഇമേജുകളാണ് നമ്മളെ പാട്ട് ആസ്വദിപ്പിക്കാൻ തയ്യാറാക്കുന്നതെന്നുള്ളത്. പാട്ട് തലച്ചോറിൻ്റെ ഇമേജ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആവിഷ്കാരങ്ങൾ പല പല ചിത്രങ്ങൾ തെളിയുകയാണ്. അതിനെല്ലാം ചിത്രങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങളും ധാരാളമായിട്ടുണ്ട്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ശങ്കര നാദശരീരപര എന്നുള്ള ശങ്കരാഭരണത്തിലെ പാട്ട് അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആദ്യം വരുന്നത്, ഞാൻ പണ്ട് പാലായിലെ സിനിമ വന്നപ്പോൾ ഞാൻ പോസ്റ്റർ നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ട്. ശങ്കര പാട്ട് വരുമ്പോൾ ഉടനെ ആ ഇമേജ് അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾക്കൊരു പ്രതിഫല കേന്ദ്രമുണ്ട്, റിവാർഡ് സെൻറ്റർ എന്ന് പറയും. പ്രതിഫല കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ് ആ പാട്ട്. നമ്മൾക്ക് ഒരു പ്രതിഫലം കിട്ടിയ ഒരു തോന്നൽ വരികയാണ് അവിടെ. ശരിക്കും ഒരു പ്രതിഫലം കിട്ടിയത് അതാണ് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നത്. പാട്ട് ഒരു വിനോദ ഉപാധിയായി മാറിയത് പ്രതിഫല കേന്ദ്രത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള ഈ അകത്തെ ഒരു കേന്ദ്രത്തിൽ നിന്നും പ്രതിഫല കേന്ദ്രത്തിലേക്ക് അത് ചെല്ലുകയാണ്. എന്നിട്ട് പ്രതിഫലം കിട്ടിയതായിട്ട് നമ്മുടെ തലച്ചോറ് നമ്മളെ തോന്നിപ്പിക്കുകയാണ്. നമുക്ക് സന്തോഷമായി. പ്രതിഫല കേന്ദ്രം എന്തിനു വേണ്ടി? വിനോദോപാധിയാണ്, നമുക്ക് സന്തോഷം തോന്നാൻ വേണ്ടിയാണ്. ആ പ്രതിഫല കേന്ദ്രത്തിലേക്ക് അയക്കുമ്പോഴേക്കും നമ്മൾക്കുള്ള സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ വീണ്ടും കേൾക്കുന്നത്. കാരണം
അത് പ്രതിഫല കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ മെമ്മറി ഓർമ്മയുടെ കേന്ദ്രത്തിലേക്കും പോകുന്നു. ഓർമ്മയുടെ കേന്ദ്രം പറയും ഇതൊരു 1000 തവണ കേട്ടിട്ടുള്ളതാണല്ലോ, അതിൽ കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതെ, ഞാൻ 1000 തവണ കേട്ടിട്ടുള്ളതാണ് ഇതേ വരികൾ. അപ്പോൾ പ്രതിഫല കേന്ദ്രം പറയുന്നത് ഓക്കെ, ഈ പാട്ടിൻ്റെ ഈ വരി കേട്ടാലാണ് നിനക്ക് ഏറ്റവും സന്തോഷമെങ്കിൽ ഇതാ പ്രതിഫലം എന്ന് പ്രതിഫല കേന്ദ്രം പറയുകയാണ്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കും. ചില വരികൾ നമ്മുടെ മനസ്സിൽ വന്ന ഒരു ദിവസം പോകാതിരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്കും എല്ലാവർക്കും തോന്നിയതായിരിക്കും. രാവിലെ 2 വരി ചിലപ്പോൾ തോന്നിയെന്നിരിക്കും, അത് രാവിലെ അന്ന് മുഴുവൻ നിങ്ങൾ ചിലപ്പോൾ അത് പാടിക്കൊണ്ട് നടന്നിരിക്കും. റിപ്പറ്റേഷൻ ആവർത്തിച്ച് മനസ്സിൽ നിന്ന് പോകാതെ. ചില ദിവസം അങ്ങനെയാണ്. കാരണം എൻ്റെയൊക്കെ കാലത്തെ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണം ശ്രാവണ ചന്ദ്രിക പൂജ ഉടിച്ചു എന്നുള്ളത്. രാവിലെ ശ്രാവണ ചന്ദ്രിക പൂജ ഉടിച്ചു എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ അന്ന് മുഴുവൻ ശ്രാവണ ചന്ദ്രികയായിരിക്കും എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇതെല്ലാ പ്രതിഫല കേന്ദ്രങ്ങളും ഓർമ്മയുടെ കേന്ദ്രങ്ങളും അതിൻ്റെ ആ പ്രതിച്ഛായ കേന്ദ്രങ്ങളും. ശ്രാവണ ചന്ദ്രിക കേൾക്കുമ്പോൾ സിനിമയിലെ സീനാണ് എനിക്ക് ഓർമ്മ വരും. ഇതെല്ലാം കൂടെ സങ്കലിച്ചാണ് നമ്മൾക്ക് ആഹ്ലാദം തോന്നുന്നത്. അപ്പോൾ അന്ന് മുഴുവൻ ശ്രാവണ ചന്ദ്രികയായിരിക്കും. നമ്മൾ തന്നെ ചോദിക്കും ദൈവമേ ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പാട്ടിൻ്റെ വഴികൾ അങ്ങനെയാണ്. പാട്ട് അപാരമായിട്ട് നമ്മുടെ തലച്ചോറിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് മാറുകയും കൂടെയാണ് പാട്ട് കേൾക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഒരു സംഭവമല്ല, ഓർക്കുക. തലച്ചോറ് നടക്കുന്നത് മറ്റു വൻ സംഭവങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് താമസിയാതെ പറയാം. എന്താണ് അടുത്തത്? എല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഇപ്പോ എനിക്ക് ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമന എന്നുള്ള പാട്ട് കേട്ട ഓർമ്മ വരിക, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഛർദിച്ചോണ്ടിരുന്നത് ഓർമ്മ വരിക. അപ്പൊ അങ്ങനെ ഓരോ പാട്ട് തലച്ചോറ് ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. തലച്ചോറിൽ ഇമേജ്, നേരത്തെ പറഞ്ഞ ഇമേജ് സെന്റർ ഒരു വലിയൊരു കാര്യമാണ്. അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള കാഴ്ച അത് വളരെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാട്ട് ചിലപ്പോൾ ആ പാട്ട് തന്നെയുള്ള ഓർമ്മ. എഴുത്തുകാരി ശാരദക്കുട്ടി എഴുതിയിട്ടുണ്ട്. ശാരദക്കുട്ടിയും പാട്ട് വളരെ കമ്പമുള്ള ആളാണ്. ശാരദക്കുട്ടി ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ കിടന്നപ്പോൾ അടുത്ത അമ്പലത്തിൽ നിന്നൊരു വന്ന ഒരു സിനിമാ പാട്ടാണ് അവരിപ്പോഴും ഓർമ്മയെന്ന്. മകൻ ജനിക്കുന്നത് എങ്ങനെയാണ് ഓർക്കുന്നത്? ആ സിനിമാ പാട്ടാണ്, അവർ ഈയിടെ എഴുതിയതാണ്. അപ്പോഴങ്ങനെ ഒരു വലിയ കളിയാണത്. ഒന്നുകിൽ ഇമേജ് അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവം ഇതുമായി കൂട്ടിക്കലർത്തിയാണ് പാട്ട് നമ്മളെ മയക്കിയെടുക്കുന്നത്, അല്ല പാട്ട് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത്. പാട്ടൊരു ബാധയാണ്, പറഞ്ഞ പോലെ പാട്ടൊരു ബാധയായിട്ട് കൂടുന്നതാണ്. എന്തിനാണത്? ഒരു മയക്കുമരുന്ന് പോലെയാണ്. ആഹ്ലാദിപ്പിക്കാൻ വേണ്ടിയാണ്, പാട്ടിൽ നിന്നും ആഹ്ലാദം കിട്ടാൻ വേണ്ടിയുള്ള. ഇപ്പോൾ കഞ്ചാവിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞതേ ഉള്ളൂ. കഞ്ചാവ് കഴിക്കുന്നതിന് പകരം ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, മനസ്സിൻ്റെ പ്രതിഫല കേന്ദ്രത്തെ ഉണർത്തി നിർത്തുക. സാധ്യമാണത്. ജനിതകഘടനയും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ? നമ്മുടെ സംഗീതാസ്വാദനം നമ്മുടെ ജീനുകളിലൂടെ വന്നു ചേരുന്ന ഒന്നല്ലേ? അതെ, തീർച്ചയായും. ജനിതക മുഴുവനാണെന്ന് പറയാൻ വയ്യ. ജനിതകപരമായിട്ട് സംഗീതം കേൾക്കാം. അതിൻ്റെ ജീൻ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ക്രോമസോമിലാണ് ജീൻ എന്ന് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരീക്ഷണങ്ങൾ നടത്തിയ ഇരട്ടകളിലാണ്. 2 അവസ്ഥകളിൽ വളർന്ന ഇരട്ടകളുടെ തലച്ചോറും ക്രോമസോംസും താരതമ്യം ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതാണ്. പക്ഷേ സാഹചര്യം അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ജനിതകപരമായി ചിലപ്പോൾ പാടാനുള്ള കഴിവ് കിട്ടിയിരിക്കും, പക്ഷേ നിങ്ങൾക്കതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയുപോലുമില്ല നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ, നേച്ചർ ആൻഡ് നർച്ചർ എന്ന് പറയും. സാഹചര്യങ്ങൾ തീർച്ചയായും ഇതിലൊരു ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങളാണ് അതിനുള്ള നിങ്ങൾ പാട്ടുകാരനാണ്, നിങ്ങളെ അറിയിക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം വേണമെന്നാണ്. അബ്സല്യൂട്ട് പിച്ച് എന്നുള്ളതിലാണ് കൂടുതൽ ജനിതക പഠനം നടന്നത്. അബ്സല്യൂട്ട് പിച്ച് എന്ന് വെച്ചാൽ ഒരേ ഒരു നോട്ട് മാത്രം, ഒരേ ഒരു സ്വരം മാത്രം കേൾപ്പിക്കുക. അത് ഉടനെ അത് പിയാനോയിലോ ഹാർമോണിയയിലോ ഒരു കട്ട ഞെക്കുക. അത് ഇന്നതാണെന്ന് പറയാൻ ഉള്ള പ്രാപ്തിയുള്ള കുട്ടികളുണ്ട്. ജനിതകപരമായി ലഭിക്കുന്നതാണത്. കൃത്യമായിട്ട് അവർ പറയും ഇത് കാകളി നിഷാദമാണ് എന്ന പോലെ. യെസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും താഴത്തെ നോട്ടാണെന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന ഒക്കെ ജനിതകപരമായി ലഭിക്കുന്നതാണ്. പക്ഷേ ജനിതകപരമായെങ്കിലും എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം യേശുദാസൻ്റെ മക്കളിൽ ഒരാൾക്കേ അത് ജനിതകപരമായി കിട്ടിയുള്ളൂ, മക്കൾക്ക് കിട്ടിയിട്ടില്ല. അത് ഉദാഹരണം അങ്ങനെയാണ്. ജെനറ്റിക്സിൻ്റെ കളി അങ്ങനെയാണ്. തീർച്ചയായിട്ടും പക്ഷേ ജനിതകപരം മാത്രമായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ തലച്ചോർ വയറിങ്ങിൽ പാട്ട് പാടാനും ആസ്വദിക്കാനുമുള്ള വഴികൾ നേരത്തെ തന്നെ വയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ജനിതകപരമായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഒരു വഴി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
പാട്ടിനെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങൾ സമീപകാലത്തായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ എംപിരിക്കൽ സ്റ്റഡീസിൻ്റെ വേണ്ടത്ര ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും എങ്ങനെയാണ് കൂടുതലായിട്ട് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് പോലെയുള്ള അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് ഇതിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സാധ്യത എന്തൊക്കെയാണ്? പാട്ടിന് എല്ലാ ചികിത്സകൾക്കും പാട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പക്ഷേ മാനസികമായ അസുഖങ്ങൾക്ക് തീർച്ചയായും പാട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മാനസികമായ പല അസുഖങ്ങൾക്കും പാട്ട് ശാന്തി തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിഫലക റിവാർഡ് സെൻറ്റർ ഉണർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്കത് ആഹ്ലാദം വരും. പിന്നെ വേദന മറക്കാൻ വേണ്ടി പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും നല്ല വേദന സംഹാരി പാട്ടാണ് പലർക്കും. നിങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ ചില പാട്ടുകൾ തീർച്ചയായും നിങ്ങളുടെ വേദനകളെ മറക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പാട്ട് അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ മോഡേൺ മെഡിസിൻ ഇത് സമ്മതിച്ചിരുന്നില്ല. പാട്ട് കൊണ്ട് ഒരു ചികിത്സ സാധ്യമല്ല എന്ന കടുംപിടുത്തത്തിൽ നിന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട് പല അസുഖങ്ങൾക്കും. പിന്നെ മാനസിക അസുഖങ്ങൾക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തോന്നൽ. കാരണം മനസ്സാണ് നമ്മളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സ് ശരീരത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ, മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അതുവഴി ശരീരത്തെ നിയന്ത്രിക്കാം എന്നുള്ളൊരു തോന്നലല്ല അതിപ്പോഴും മോഡേൺ മെഡിസിൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്ട് ചികിത്സയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ള കൂടുതൽ ഉപാധികൾ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇനി ചോദ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഇനി ഒരു 3 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് 2-3 ചോദ്യങ്ങൾ എടുക്കാം. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അല്ല, 20 മിനിറ്റല്ലേ കാണിച്ചത്? കൗണ്ട് ഡൗൺ ടൈമറിൽ ഉൾപ്പെടെയാണോ? അല്ലേ, എത്ര സമയമുണ്ട് ഇനി? 5 മിനിറ്റ് കൂടി സംസാരിക്കാൻ സമയമുണ്ട് അല്ലേ? നമുക്ക് കുറച്ചുകൂടി നേരം തുടരാം, എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ പാട്ടിൻ്റെ ദൃശ്യവുമായി ബന്ധപ്പെടുത്തുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാട്ടും ദൃശ്യവും ഒന്നിച്ച് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഈ പാട്ടിനെ ഓർത്തെടുക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പോൾ നമ്മൾ തനിയൊരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഓർത്തെടുക്കുന്നതിനേക്കാളും എളുപ്പമാണോ അതിനെ വിഷ്വലായിട്ട് കൂടി ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ? അതെ, ചിലപ്പോൾ അത് എത്രമാത്രം തീക്ഷ്ണമായിട്ടാണ് ആ ഓർമ്മ നിലനിൽക്കുന്നത്. ഓർമ്മകൾക്ക് പല തീക്ഷ്ണതയുണ്ട്. ഗാഠമായ ഓർമ്മ, അല്ലാത്ത ഓർമ്മ, വെറും ഓർമ്മകൾ, അങ്ങനെ ഓർമ്മകൾ തന്നെ ഒരു വെറൈറ്റിയോട്. ചിലപ്പോൾ നമ്മളൊരു ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് മറക്കുകയില്ല. ആ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളെ ആപത്തിൽ സഹായിച്ച ഒരാളുടെ മുഖമായിരിക്കും. അതുപോലെ ഓർമ്മകൾ പലതരത്തിലുള്ളത് കൊണ്ട് പാട്ടിനോടൊപ്പം വരുന്ന നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ആ പ്രതിച്ഛായകൾ, ആ ഇമേജ് എത്രമാത്രം നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് അത്രമാത്രം സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു ഇമേജാണ് എങ്കിൽ തീർച്ചയായും ആ ഇമേജും കൂടെ നമ്മുടെ മെമ്മറി സെൻറ്റർ രണ്ടും കൂടി ഒരുമിച്ച് പുറത്തെടുക്കും. പാട്ടും അതിനോടനുബന്ധിച്ച് ഇമേജും കൂടി ഒരുമിച്ച് പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറന്നുപോയ ഒരു പാട്ട് എൻ്റെ ഒരു വരി കിട്ടുന്നില്ല എങ്കിൽ ചിലപ്പോൾ അതോടനുബന്ധിച്ച് വരുന്ന ആ ഇമേജ്, ആ പ്രതിച്ഛായ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ആ പാട്ട് തിരിച്ചു വരും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പരീക്ഷണങ്ങൾ അങ്ങനെ തെളിയിച്ചിട്ടുമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്. അതുകൊണ്ട് ആദ്യം പ്രതിച്ഛായ ഓർക്കുമ്പോൾ ചിലപ്പോൾ മറന്നുപോയ വരികൾ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. തലച്ചോർ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ്, അതുകൊണ്ടാണ് തലച്ചോറിൻ്റെ വഴികൾ എന്ന ഇന്നത്തെ ഈ ടോപ്പിക്കിന് പേരിട്ടത്. ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബയോളജി എന്ത് നമ്മൾ പറയുകയാണെങ്കിലും അതിനെ പരിണാമമായിട്ട് ലിങ്ക് ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പാട്ട് എന്നുള്ള അനുഭവം, പാട്ട് ആസ്വദിക്കാനുള്ള കഴിവ്, പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ എവല്യൂഷണറി ആയിട്ട്, പരിണാമപരമായിട്ട് മനുഷ്യൻ്റെ അതിജീവനത്തെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹം നിർമ്മിച്ചെടുക്കാൻ പാട്ട് അത്യാവശ്യമായി വന്നിട്ടുണ്ട്. കാരണം പരസ്പര ധാരണ ഉളവാകുകയാണ് പാട്ടിൽ. പിന്നെ ഒരുമിച്ച് പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിലൊരു ഭാഗമാണ് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് പാട്ട് കേൾക്കാൻ പോകാത്തത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. പാട്ട് കേൾക്കാൻ ഇന്ന് ഓഡിറ്റോറിയം നിറയെ ആൾക്കാരായിരുന്നു. ഒരുപാട് നമുക്ക് സന്തോഷമാണത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ പാട്ട് കേൾക്കാൻ അത് നമ്മൾ തമ്മിലൊരു പരസ്പര ധാരണയുണ്ട്. അറിയാതെ ഒരു ധാരണ വന്നു പോവുകയാണ്. അവിടെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ ആ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുകയാണ്. ഒരേ പാട്ട് ഒരുമിച്ച് കേൾക്കുമ്പോൾ ആ സമൂഹത്തിന് ഭാഗമെന്ന് നമുക്ക് തോന്നുക. അപ്പോൾ മനുഷ്യൻ്റെ സമൂഹ നിർമ്മിതിയിൽ ഈ ഒരുമിച്ചുള്ള പാട്ടുകൾക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സംഘം ചേർന്ന് പ്രാർത്ഥിക്കുന്നത്.
അതുകൊണ്ടാണ് സംഘം ചേർന്നുള്ള മറ്റു പല പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പാട്ട് പാടുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പാടം കിളയ്ക്കുമ്പോൾ, പാടമോ വലിയ സ്ഥലമോ കിളയ്ക്കുമ്പോൾ പാട്ട് പാടിയാണ് കിളയ്ക്കാറ്. ഞാറ് നടുമ്പോൾ പാട്ട് പാടിയാണ് ഞാറ് നടാറ്. അത് ഒരു ഒരുമയുടെ തോന്നൽ, ഒരുമയുടെ ഒരു ഫീലിംഗ് തരികയാണ് ഞാറ് നടുന്ന പാട്ട്. വടക്കൻ പാട്ടുകൾ മുഴുവനും അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് പുറകിലുണ്ട്. വടക്കൻ പാട്ട് പലതും ഞാറ് നടുമ്പോഴും നെൽകൃഷിയുടെ ഭാഗങ്ങളായിട്ടാണ് പാടുന്നത്. ഒരുമ തോന്നുക, ഒരുമിച്ച് പ്രവർത്തനം നടത്താൻ എളുപ്പം തോന്നുക, അതിനൊരു ഉത്സാഹം തോന്നുക, ഇതൊക്കെ ഒരുമിച്ച് പാട്ട് പാടുക, ഒരുമിച്ച് പാട്ട് കേൾക്കുക എന്നതിൽ നിന്നും ഇത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു പാട്ട് കേൾക്കാൻ പോകുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമാണ് നമുക്ക്. അങ്ങനെ ഒരു കമ്പിയില്ല കമ്പി, ഒരു കണക്ഷൻ നമ്മൾ തമ്മിൽ ഉരുത്തിരികയാണ് പാട്ട് വഴി. അതുകൊണ്ടാണ് ഇത് സമൂഹത്തിൻ്റെ, മനുഷ്യൻ്റെ പരിണാമത്തിൽ വലിയൊരു സ്ഥാനം ഇതിനുണ്ടായി വന്നത്. അപ്പോൾ സാമൂഹികവും വൈയക്തികവുമായ ഘടകങ്ങൾ പാട്ടിനുണ്ട് എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലേ? യെസ്, തീർച്ചയായും ഉണ്ട്. അതെ, തീർച്ചയായും. കാരണം നമ്മൾ സിനിമ കാണാൻ പോയാലും അതെ, പാട്ട് കേൾക്കാൻ പോയാലും അതെ, നമ്മളത് കേട്ടിട്ട് നല്ല പാട്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറയും ഒന്നുകൂടെ പോകാനാണ്, എടാ ഇന്നാരുടെ പാട്ട് മഹാ ഗംഭീര പാട്ടാണ്, അടിപൊളി, നീയും കൂടെ വാ, നമ്മൾ പിറ്റേന്ന് അവൻ്റെ കൂടെ ചിലപ്പോൾ പോയെന്നിരിക്കും. ഒരുമിച്ച് അത് കേൾക്കുക എന്നുള്ള സന്തോഷത്തിന് വേണ്ടി. ഇനി 2-3 ചോദ്യങ്ങളാവാൻ തോന്നുന്നു. ഒരു 5 മിനിറ്റോളം കഷ്ടിച്ച് സമയമുണ്ട്. ഒരു പാട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഹലോ തിരിയുന്നില്ല. ഒരു പാട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് Yes. അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് അതിൻ്റെ ഈണം കൊണ്ടല്ല, വരികൾക്ക് 2ാം സ്ഥാനമല്ലേ ഉള്ളൂ. കാരണം നമുക്കറിയാത്ത ഭാഷകളിലെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഈ ഈണത്തെ തലച്ചോറ് എങ്ങനെയാണ് വായിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? വരികളാണെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഈണത്തെ എങ്ങനെയാണ് തലച്ചോറ് റീഡ് ചെയ്ത് നമുക്ക് ആസ്വാദ്യകരമാക്കുന്നതെന്ന് എൻ്റെ ചോദ്യം. ഓക്കെ, ഈണത്തെ ഈ പാട്ടിൻ്റെ ഒറിജിൻ തന്നെ ഈണത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്വരങ്ങൾ 7 സ്വരങ്ങളും അവയുടെ സ്ഥായികളും മാത്രം. അത് അത്ഭുതമാണ്. അതിന് മുകളിൽ താഴെയുള്ള ബാക്കിയൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്തോ കാരണത്താൽ ആ സ്വരങ്ങൾ മാത്രമാണ് നമ്മുടെ തലച്ചോർ അനലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാട്ടെന്ന് വെച്ചാൽ തന്നെ ഒരു ട്യൂണാണ്. അതിലെ വരികളോ അർത്ഥങ്ങളോ വാക്കുകളോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ പിന്നീടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ അതിന് 2ാമത്തെ തലമാണെന്ന് വെച്ചാൽ അതോടനുബന്ധിച്ചുള്ള ഇമേജറികൾ വരികയാണ്. ആ ഇമേജറികൾ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ലിറിക്സ് വരുന്നത്. അപ്പോൾ ലിറിക്സ് അതിനെ എൻഹാൻസ് ചെയ്യും. പലപ്പോഴും ലിറിക്സ് അതിനെ ആ വരികളെ അതിൻ്റെ അർത്ഥത്തെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ പല സിനിമ പാട്ടുകൾ നമുക്കിഷ്ടമാകുന്ന അതിലെ ആ അക്ഷരങ്ങൾ, ആ വാക്കുകളും നമുക്കൊരു ഇമേജറി എളുപ്പത്തിൽ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊരു ഇമേജറി നമ്മൾ ആ സിനിമയിൽ ആ സീൻ കണ്ടെന്നിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇമേജറി നമ്മളെ ആ പാട്ട് ആസ്വദിക്കാൻ കൂടുതൽ സഹായിക്കുകയാണ്. പക്ഷേ ഈണം തന്നെ ധാരാളം മതി എന്നുള്ള. കാരണം വെസ്റ്റേൺ മ്യൂസിക്കിൽ ലിറിക്സ് ഇല്ലല്ലോ. വെസ്റ്റേൺ മ്യൂസിക്കിൽ വളരെ കുറച്ചുള്ളൂ ലിറിക്സ്. വെസ്റ്റേൺ മ്യൂസിക് വലിയൊരു മ്യൂസിക് ശാഖയാണ്. മറ്റു പല പാട്ടുകളും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ ലിറിക്സ് ഇല്ലല്ലോ. അപ്പോൾ അത് രണ്ടാണ്. ലിറിക്സ് നമ്മളെ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്യൂണാണ് മെലഡി. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് മെലഡിയാണ് കാര്യം എന്നുള്ളതാണ്. അതെ, എന്നുവെച്ചാൽ വയലാറും ഭാസ്കരനും ഒന്നും ശ്രീകുമാരൻ തമ്പിയൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. അവരുടെ സംഭാവന നിസ്തുലമായ സംഭാവനയാണ്. അതെ, പക്ഷേ മെലഡി മാത്രം. നമ്മൾ മൂളുന്നൊക്കെ മെലഡിയാണ്, നമ്മൾ മൂളുന്ന വരികളല്ല. അത്രയേ ഉള്ളൂ. ഇതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ കേൾവിയുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നതാണ്. കാരണം ഓരോ മ്യൂസിക്കൽ നോട്ടിൻ്റെയും വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ഓരോ ഭാഗത്തിനെ ഉദ്ദീപിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി സമയം ഉണ്ടാവും. സാറേ, പാട്ട് കേൾക്കുമ്പോഴേ സാറേ ഒരു റിവാർഡ് സെൻറ്റർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞല്ലോ. ഈ അടുത്ത് മ്യൂസിക് കമ്പോസർ M. ജയചന്ദ്രൻ ചെയ്തൊരു ഗാനം യേശുദാസ് പാടുന്നതായിട്ട് നിർമ്മിത ബുദ്ധി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ റിവാർഡ് സെന്ററിന്റെ ആക്ടിവേഷൻ എങ്ങനെയായിരിക്കും? അല്ല, റിവാർഡ് സെൻറ്റർ നോക്കുന്നത് ആര് പാടി എവിടെ പാടി എന്നൊന്നുമല്ല. റിവാർഡ് സെൻറ്റർ അത് കാര്യമൊന്നുമല്ല. യേശുദാസാണോ പാടുന്നത്, അതെയോ പിന്നെ വേറെ ചേർത്തല ഗോപാലൻ നായരാണോ പാടുന്നതെന്നോ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാമാണോ പാടുന്നതെന്നുള്ള ആ മനസ്സിനെ സംബന്ധിച്ച്
മനസ്സ് അതിൻ്റെ മെലഡിയാണ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നമ്മളതിന് മെലഡി മാത്രമേ ഓർക്കുള്ളൂ. അത് നേരത്തെ കേട്ടിട്ടുള്ള പാട്ടാണെങ്കിൽ, അതിപ്പം എ ഉണ്ടാക്കിയതാണെങ്കിലും ആരുണ്ടാക്കിയതാണെങ്കിലും അത് കാര്യമില്ല അതിൽ. ടീച്ചറുണ്ട് ഈ അലൻ്റെ ജനിതക വഴികളിൽ ഈ സംഗീതം വന്നിട്ടുണ്ടോ? പേഴ്സണലായ ചോദ്യമാണ്, അത് ഒഴിവാക്കാൻ തോന്നുന്നു. പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ചോദിക്കാം. ഈ പാട്ടിൻ്റെ താളം, ചില താളം കേട്ടാൽ നമുക്ക് ചില വിഷാദ ഭാവം ഉണ്ടാവും. ചില പാട്ട് കേട്ടാൽ നമുക്ക്, അല്ലെ താളം കേൾക്കുന്ന സമയത്ത് നമുക്ക് തുള്ളി കളിക്കാൻ തോന്നും. ചിലപ്പോൾ ചില ഉറക്കത്തിൻ്റെ ഒരു താരാട്ടിൻ്റെ ഒക്കെ താളം കേട്ടിട്ടുണ്ട് ഉറക്കത്തിലേക്ക്. ഈ താളങ്ങളൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ മലയാളിക്ക് ഒരു താരാട്ടിൻ്റെ താളം കേട്ടാൽ അമേരിക്കക്കാരനും അങ്ങനെ സാധ്യത, അമേരിക്കക്കാരനായതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ താളം, ഇതുണ്ടാക്കുന്ന വികാരം എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഒന്നാണോ, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെയും ഹോർമോണിൻ്റെയൊക്കെ പ്രവർത്തനമാണോ ഇത്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൽ ഇടപെടുന്നുണ്ടോ? പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളൂ. ഇത് താളം പിടിക്കുന്നത് ബ്രെയിനിൻ്റെ കളിയാണ്, ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയാതെ പോയത്, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അത് നമ്മുടെ മോട്ടോർ എന്ന് വെച്ചാൽ ശരീരം അനക്കാനുള്ള കഴിവിലേക്ക് ഒരു സന്ദേശം പോവുകയാണ്. ശരീരം അനങ്ങിയിരിക്കും. നിങ്ങൾ പാട്ട് കേൾക്കാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഇളകിയിരിക്കും. താളം അറിയാതെ പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താളത്തിൻ്റെ ശരീരം മൂവ് ചെയ്യുന്ന ഒരു സെൻറ്ററിലേക്കും ഒരു മെസ്സേജ് പോവുകയാണ്. അത് അച്ചട്ടായിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ ചിലപ്പോൾ താളം പിടിച്ച് പോകുന്നത്. എവിടെയെങ്കിലും ശരീരം അനക്കണം, കുലുങ്ങുന്നു. ശരീരം എന്തിനാണ് കുലുങ്ങുന്ന? എന്തിനാണ് പാട്ട് ഒരു കുഞ്ഞു പോലും പാട്ട് കേട്ടാൽ എന്തിനാണ് തലയാട്ടുന്നത്? മോട്ടോർ സെൻറ്ററിലേക്ക് പോവുകയാണ് ഒരു സന്ദേശം. ആ മോട്ടോർ സന്ദേശം പറയുന്നത് ശരീരം പ്ലീസ് ഡു സംതിങ് വിത്ത് യുവർ ബോഡി എന്ന് പറയുകയാണ്. അത് യൂണിവേഴ്സലാണ്, അത് ഇന്നേറ്റ് മാനുഷികമാണ്, അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. തലച്ചോറ്. നല്ല ചോദ്യം. അത് പറയാൻ അവസരം കിട്ടിയില്ല, ഇപ്പം പറയാൻ പറ്റിയതുകൊണ്ട് ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും നന്ദി. സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അരമണിക്കൂർ കൊണ്ട് തീരുന്ന വിഷയമല്ല. എൻ്റെ ഫിസിക്സും ബയോളജി ന്യൂറോ സയൻസും ഒക്കെ പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് മാത്രം തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി സാർ. താങ്ക് യു ഓൾ. നന്ദി ശ്രീ എതിരൻ കതിരവൻ. നന്ദി ഡോക്ടർ സംഗീത ചേനമ്പുള്ളി.